ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KB സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് 3ൻ്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായ സന്തൂറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എന്താണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ, ഇത് ക്രയോൺസ് ആണ്. അപ്പം കൂട്ടുകാർ ക്രയോൺസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ചിത്രങ്ങൾ കളർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ ക്രയോൺസിനകത്തിൽ പലതരത്തിലുള്ള നിറങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് റെഡ് കാണാനായിട്ട് സാധിക്കും, ഓറഞ്ച് കാണാനായിട്ട് സാധിക്കും, യെല്ലോ കാണാനായിട്ട് സാധിക്കും, ഗ്രീൻ കാണാനായിട്ട് സാധിക്കും, ബ്ലൂ കാണാനായിട്ട് സാധിക്കും, പിങ്ക് കാണാൻ സാധിക്കും, വൈറ്റ് കാണാൻ സാധിക്കും, ബ്രൗൺ കാണാൻ സാധിക്കും. അതുകൂടാതെ പല നിറങ്ങളും നമുക്ക് ഇതിനകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം കൂട്ടുകാരും ക്രയോൺസ് ഉപയോഗിച്ചിട്ട് കളേഴ്സ് ചെയ്തിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പം ഈ കളർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കൂട്ടുകാരുടെ ക്രയോൺസ് ഒടിഞ്ഞു പോകാറുണ്ടോ? ചില നിറത്തിലുള്ള ക്രയോൺസ് നിങ്ങളുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോകാറുണ്ടോ? കളഞ്ഞു പോയ കളറ് നമുക്ക് പടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ കൂട്ടുകാരെന്തായിരിക്കും ചെയ്യുക? കൂട്ടുകാർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ആ നിറത്തിലുള്ള ക്രയോൺസ് കടം വാങ്ങും അല്ലേ? ഇതേ സിറ്റുവേഷനാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കളേഴ്സിലും കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് കളേഴ്സ്. അപ്പം ഇതിനകത്തിൽ 2 കുട്ടികൾ തമ്മിൽ ഉള്ള സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താണെന്ന് നോക്കിയാലോ. യു ഹാവ് എ ഫ്യൂ ക്രയോൺസ്, റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലാക്ക്. ഐ ഹാവ് സം ടു. I need the red and you need the black. If we share our crayons, we have a full pack. അപ്പം എന്താണ് ഈ ലൈൻസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യു ഹാവ് എ ഫ്യൂ ക്രയോൺസ്. എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച്. നിൻ്റെ കയ്യിൽ കുറച്ച് ക്രയോൺസ് ഉണ്ട്. ഏതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ കയ്യിൽ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലാക്ക്. ഐ ഹാവ് സം ടു. എൻ്റെ കയ്യിലും കുറച്ച് ക്രയോൺസ് ഉണ്ട്. ഏതൊക്കെയാണത് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കയ്യിൽ ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് കളറും ഉണ്ട്. ഐ നീഡ് ദ റെഡ്. എനിക്ക് റെഡ് കളർ ഇപ്പോൾ ആവശ്യമുണ്ട്. ആൻഡ് യു നീഡ് ദ ബ്ലാക്ക്. അതുപോലെ നിനക്കിപ്പോൾ ബ്ലാക്ക് കളറും ആവശ്യമുണ്ട്. ഇഫ് വി ഷെയർ അവർ ക്രയോൺസ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്രയോൺസ് പരസ്പരം ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ഹാവ് എ ഫുൾ പാക്ക്. ഒരു ഫുൾ പാക്ക് ക്രയോൺസ് അത് ആക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം നിൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ള ക്രയോൺസ് ഒന്നും നിൻ്റെ കയ്യിലും ഇല്ല. അപ്പോൾ അത് 2 പേരുടെയും കൂടെ ക്രയോൺസ് ഷെയർ ചെയ്ത് ഒരു പാക്കിൽ ഇടുകയാണെങ്കിൽ ഒരു ക്രയോൺസ് പാക്കിൽ ഉള്ള കളേഴ്സ് ഫുള്ളായിട്ടത് മാറും എന്ന്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ പാഠം? കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ കുറച്ച് എക്സർസൈസ് പാട്ടൊന്ന് നോക്കിയാലോ. ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദെയർ ഇൻ ദി പോയം? ഈ പോയത്തിനകത്തിൽ എത്ര കുട്ടികളാണുള്ളത്? 2 കുട്ടികളാണ് അല്ലേ? There are 2 children in the poem. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Why did the children want to share the crayons? കുട്ടികൾ അവരുടെ കയ്യിലുള്ള ക്രയോൺസ് എന്തുകൊണ്ടാണ് ഷെയർ ചെയ്തത്? ആൻസർ ആണ് the children want to share crayons because each needed a color that the other had. കാരണം ഒരു കുട്ടിയുടെ കയ്യിലുള്ള കളറ്
മറ്റേ ആൾക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? കളർ ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അടുത്ത ചോദ്യം എന്താണ്? ഹൗ ക്യാൻ ദ ചിൽഡ്രൻസ് ഇൻ ദി പോയം ഹാവ് എ ഫുൾ പാക്ക്? എങ്ങനെയാണ് നമ്മുടെ ഈ കവിതയിലെ 2 കുട്ടികൾ ചേർന്നിട്ട് ഒരു ഫുൾ പാക്ക് ഓഫ് ക്രയോൺസ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ്? അവരവരുടെ കയ്യിലുള്ള ക്രയോൺസ് പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് അവരൊരു ഫുൾ പാക്ക് ഓഫ് ക്രയോൺസ് ഉണ്ടാക്കിയത്. അപ്പം ആൻസർ എഴുതിയാലോ? ദ ചിൽഡ്രൻസ് ഇൻ ദി പോയം ക്യാൻ ഹാവ് എ ഫുൾ പാക്ക് ബൈ ഷെയറിങ് ദെയർ ക്രയോൺസ്. ഓക്കെ ആണോ? അപ്പം അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീഅറേഞ്ച് ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദി ഹിഡൻ കളർ. ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് ഒരു കളറിൻ്റെ പേര് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? LEBU. എന്ത് കളറാണത്? ബ്ലൂ. BLUE ബ്ലൂ. ഓക്കെ ആണോ? LYLEWO. ഇത് കേട്ടാലേ അറിയാം ഇത് ഏത് കളറിൻ്റെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത്. യെല്ലോ. അപ്പോൾ എഴുതിയാലോ? YELLOW. അടുത്ത എന്താണ്? RENGE. ഇത് ഏത് കളറാണ്? ഗ്രീൻ. കറക്റ്റാണ്. GREEN. അടുത്ത എന്താണ്? RUPPEL. അത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഏത് കളറാണ്? പർപ്പിൾ. വെരി ഗുഡ്. എഴുതിയാലോ? PURPLE പർപ്പിൾ. അടുത്ത എന്താണ്? NROBW. ഇത് നമുക്കറിയാം ഏത് കളറാണ്? ബ്രൗൺ. BROWN. ഓക്കെ ആണോ? അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ. ടേക്ക് കെയർ.